9 വാതിലുകളുള്ള അത്യപൂർവ ശ്രീകോവിലുള്ള ഒരു ശിവക്ഷേത്രമുണ്ട് കോഴിക്കോട്. ഉള്ളിയേരിയിലെ ആദകശ്ശേരി ശിവക്ഷേത്രം. ശ്രീകോവിലിൽ ശിവപാർവതിയും ഒപ്പം ഗണപതിയും ഒരുമിക്കുന്നു എന്നത് ഇവിടത്തെ സവിശേഷതയാണ്. ഐതിഹ്യങ്ങളും ചരിത്രവും ഇഴപിരിക്കാനാവാത്ത വിധം ചേർന്നു നിൽക്കുന്ന അത്യപൂർവ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിലുള്ള ആദകശ്ശേരി ശിവക്ഷേത്രം. സംസ്ഥാന പാതയിൽ ഉള്ളിയേരി ബസ് സ്റ്റാൻഡിന്റെ സമീപത്തു നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രം. പരമശിവൻ ഗ്രാമത്തിന്റെ ഉള്ളിൽ വസിക്കുന്നതിനാലാണ് ഈ പ്രദേശത്തിന് ഉള്ളിയേരി എന്ന പേര് കൈവന്നതെന്നാണ് വിശ്വാസം. അർജുനന് പാശുപതാസ്ത്രം നൽകിയ ശേഷം പ്രസന്നവദനായ രൂപത്തിലാണ് കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠ. ശ്രീകോവിലിനും ഇവിടെ പ്രത്യേകതയുണ്ട്. ഓരോ ദേവതയ്ക്കും പ്രത്യേകമായി 3 വീതം 9 വാതിലുകളുമുണ്ട്. ഇതിൽ മധ്യഭാഗത്തുള്ള വാതിലിലൂടെയാണ് എല്ലാ ദിവസവും ദർശനം നൽകുന്നത്. വർഷത്തിൽ ശിവരാത്രി ദിനത്തിൽ ഈ 9 വാതിലുകളും തുറക്കും. ആദകശ്ശേരി ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇന്ന് ശിവ പാർവതി ഗണപതിയുടെ രൂപപ്രതിഷ്ഠയോടുകൂടെ അതേപോലെ തന്നെ മുൻഭാഗത്ത് ശിവലിംഗമുള്ള ഒരു മഹാക്ഷേത്രമാണ് ആദകശ്ശേരി ശിവക്ഷേത്രം. അതേപോലെ തന്നെ 9 വാതിലുകളുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ഇന്ന് ശിവരാത്രി നാളിലാണ് അതിന്റെ സമ്പൂർണ്ണ ദർശനമുള്ളത്. ഭക്തജനങ്ങൾക്ക് അനുഭൂതിയായിരിക്കും ശിവരാത്രി നാളിൽ ഭഗവാനെ ദർശിക്കുന്നത്. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗോശാല കൃഷ്ണൻ, പരദേവത, ശ്രീ ധർമ്മശാസ്താവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പ്രധാന ദേവന് തുല്യമായ പ്രാധാന്യമാണ് ഗോശാല കൃഷ്ണനുള്ളത്. കല്ലംവെള്ളി ഇല്ലത്ത് സജീഷ് നമ്പൂതിരിയാണ് മേൽശാന്തി. കെ ജയനാരായണൻ പ്രസിഡന്റും ഗിരീഷ് പാണക്കാട് സെക്രട്ടറിയും NP പീതാംബരൻ ട്രഷററുമായി വിപുലമായ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം നടത്തുന്നത്. ACV ന്യൂസ് കോഴിക്കോട്.